പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ വേലിച്ചാമിപുരത്ത് കരൂരിലെ വേലിച്ചാമിപുരത്തുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് വിജയുടെ പരിപാടിക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 28 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സംഘാടനത്തിന് വലിയ പിഴവുണ്ടായി എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് റഹീസ് വേലിച്ചാമിപുരത്ത് നിന്ന് അറിയിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ഈ പരിപാടി ആരംഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ വിജയ്ക്ക് കടന്നു വരാൻ കഴിയാത്തത്ര ജനത്തിരക്കായതുകൊണ്ട് ഇതാ ഇപ്പോൾ വരുന്ന വാർത്തയാണ് 30 പേർ മരിച്ചു എന്നുള്ള വാർത്ത കൂടി വരികയാണ്. ഒരുപക്ഷെ ഈ ഇത്രയും വലിയൊരു റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ഗുരുതരമായി പരിക്കേറ്റവരിൽ 30 പേർ മരിച്ചു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. കരൂരിൽ വിജയ് ഉച്ചയ്ക്കായിരുന്നു പ്രസംഗം നടത്തിയിട്ടിരുന്നത്. എന്നാൽ വിജയ്ക്ക് കടന്നു വരാൻ കഴിയാത്തത്ര ജനത്തിരക്കായതുകൊണ്ട് ഈ വേലിച്ചാമിപുരത്ത് എത്തുമ്പോഴേക്കും വൈകിയിരുന്നു. പ്രസംഗം ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു കുട്ടിയെ കാണാനില്ല എന്ന വാർത്ത വിജയ് തന്നെ വേദിയിൽ അനൗൺസ് ചെയ്യുന്നു. അതോടെ കുറച്ചുകൂടി ആളുകൾ തിരക്കിലുമാകുന്നു. വല്ലാത്ത തിരക്ക് അനുഭവപ്പെട്ടതോടെ വിജയ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങി. എന്നാൽ 50ഓളം ആളുകളെ ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. അവരിൽ 30 പേർ മരിച്ചു എന്നുള്ള വാർത്ത കൂടിയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ വിവിധ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ കാര്യം അറിയിക്കുന്നുണ്ട്. 30 പേർ മരിച്ചപ്പോൾ സംഭവ സ്ഥലത്ത് ഈ വേലിച്ചാമിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പ്രതിനിധി മുഹമ്മദ് റഹീസ് ഉണ്ട്. റഹീസ് തത്സമയം ചേരുന്നു. റഹീസ്, ഈ 30 പേർ മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിച്ച കണക്കാണോ? SKN 30 പേർ മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിച്ച കണക്കാണ്. അതിലും ഉയർന്ന കണക്കുകളാണ് പലരും നൽകുന്നത്. അത് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം വലിയ ഒരു അപകടം, അത്രമേൽ വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം തിക്കിലും തിരക്കിലും പെട്ട് 30 പേരോളം മരിക്കുക എന്നുള്ളത് അത്ര വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ബംഗളൂരുവിൽ നമ്മൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉണ്ടായ ആ ദുരന്തം കണ്ടത്. ആ ദുരന്തത്തിൽ പോലും മരണസംഖ്യ ഇത്രയും ഉയർന്നിരുന്നില്ല. അതിനേക്കാളൊക്കെയും 10 മടങ്ങ് ആളുകൾ ഇവിടേക്ക് വന്നതാണ് വലിയൊരു അപകടത്തിന് കാരണം കുറെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ആളുകൾ മരത്തിന് മുകളിലേക്ക് കയറിയിട്ട് ആ മരത്തിന്റെ കൊമ്പുകളൊക്കെ ഒടിഞ്ഞു വീഴുന്ന തരത്തിലേക്ക് അങ്ങനെയൊക്കെ ആളുകൾ ഈ ഒരു പരിപാടിയെ സമീപിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ നേരിട്ട് അത് തിരുച്ചിറപ്പള്ളിയിൽ കാട്ടിക്കൊടുത്തതാണ്. അത്രയും വലിയ തോതിലാണ് ആളുകൾ ഇങ്ങനെ ഇടിച്ച് ഇരമ്പി വന്ന് അവർ ഈ മരത്തിന്റെ ഒക്കെ മുകളിൽ കയറിയിരുന്ന്, തകര ഷീറ്റുകളുടെ മുകളിൽ കയറിയിരുന്ന്, ഇലക്ട്രിക് പോസ്റ്റുകളുടെയും ട്രാൻസ്ഫോമറുകളുടെയും ഒക്കെ മുകളിൽ കയറിയിരിക്കുക, പരസ്യ ബോർഡുകൾക്ക് മുകളിൽ കയറിയൊക്കെ മണിക്കൂറുകളോളം ഇവർ വിജയെ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടിയിൽ വിജയ് തന്നെ അതിനു ചുറ്റും കുഴഞ്ഞു വീണ ഏതാണ്ട് ഒരു 10-15 പേർക്ക് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് വെള്ളം എടുത്ത് നൽകുകയായിരുന്നു. അപ്പോൾ അതുമായി അങ്ങനെയൊക്കെയും വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഈ പരിപാടി നടത്തുന്ന ഇതിൽ TVKക്ക് ഉണ്ടായ ഏകോപനക്കുറവ്, ഒപ്പം തന്നെ പരിചയക്കുറവൊക്കെ തന്നെയാണ് ഈ അപകടത്തിനൊരു പ്രധാന കാരണം എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. കാരണം നേരത്തെ 3 ഇടങ്ങളിൽ വേദി നിഷേധിച്ചതിനു ശേഷമാണ് വേലിച്ചാമിപുരത്ത് വിജയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകുന്നത്. അതുപോലും TVKക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും തങ്ങൾക്ക് ഈ വേദി പറ്റില്ല എന്ന് പറഞ്ഞു. മറ്റു 3 വേദികൾ ഇതിനേക്കാൾ സ്ഥലപരിമിതിയുള്ള പ്രദേശമാണ്, കൂടുതൽ പേർക്ക് ഒത്തുകൂടാൻ കഴിയാത്ത സ്ഥലമാണ്. അവിടെ ആ പോയിന്റുകളിൽ സംസാരിക്കണമെന്ന് TVK പറയുമ്പോൾ പോലീസ് ഇടപെട്ടാണ് ഈ സ്ഥലത്തേക്കെങ്കിലും ഈ പരിപാടി മാറ്റുന്നത്. അവിടെ സംസാരിക്കുന്നതിനിടയിലാണ് ആളുകൾക്ക് പോകാൻ ഒരു ഒറ്റ വഴി മാത്രമാണുള്ളത്. മറ്റു പല സ്ഥലങ്ങളും ഇങ്ങനെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വേലിച്ചാമിപുരത്ത് നിന്ന്. ഇപ്പോൾ അജീഷ് ജയകുമാർ കൂടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അജീഷ്, യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ ഒരു ദുരന്തമായി ഈ വിജയുടെ റാലിക്കിടെ ഉണ്ടായ സംഭവത്തിൽ ഒരു ദേശീയ ദുരന്തമായി മാറുന്നു. 30 പേർ മരിച്ചു. ഇനിയും ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ ആശുപത്രിയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ള സങ്കടകരമായ സാഹചര്യമുണ്ട്. സ്ത്രീകളും കുട്ടികളും തിക്കിലും തിരക്കിലും പെട്ടുപോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡൽഹി ആസ്ഥാനത്ത് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം വന്നോ? SKN എന്തായാലും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു റാലി ആയിരുന്നു വിജയുടെ. കഴിഞ്ഞ റാലികളിലൊക്കെ തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് നടക്കേണ്ടിയിരുന്ന ഈ റാലിയിൽ വലിയൊരു ദുരന്തമുണ്ടായി. എന്തായാലും ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ റാലിയിലുണ്ടായ ദുരന്തം ഏറ്റെടുത്തിരിക്കുന്നു. ദുരന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുവരെ 30 മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് കിട്ടുന്ന വിവരം. അതിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നു. സ്ത്രീകൾ അടക്കമുള്ളവർ ഈ മരിച്ചവരിൽ പരിക്കേറ്റവരിൽ ഉണ്ട്
എന്നാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇതിന്റെ തൊട്ടടുത്തുള്ളത് കരൂരിലെ മെഡിക്കൽ കോളേജിലാണ് കൂടുതൽ പേരെയും പരിക്കേറ്റവരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട അടുത്തുള്ള മന്ത്രിമാരോടെല്ലാം തന്നെ ഈ കരൂരിലേക്ക് ചെല്ലാൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. മാത്രമല്ല കരൂരിലെ കളക്ടറോടും ഈ ദുരന്ത സ്ഥലത്തും ഒപ്പം തന്നെ ആശുപത്രിയിലേക്കും വേണ്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്താൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയോടെയും സംഭവ സ്ഥലത്തേക്ക് എത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും നേതാക്കളും അടക്കം മന്ത്രിതലത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും തന്നെ ഈ അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പൊ ഈ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ളൊരു അന്വേഷണം ഈ ഘട്ടത്തിൽ നമുക്ക് അന്വേഷണം ആവശ്യമുണ്ട്. മാത്രമല്ല പക്ഷേ ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മരണസംഖ്യ ഉയരും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. കാരണം അത്രയധികം ആൾക്കൂട്ടം ഇന്ന് ഈ കരൂരിലെ ഈ വേലിച്ചാമിപുരത്ത് എത്തിയിരുന്നു. ഇതിൽ എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതൊരു കൃത്യമായ കണക്ക് പോലും ഇതുവരേക്കും വ്യക്തമല്ല. മരണസംഖ്യ ഉയരും എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. സെന്തിൽ ബാലാജി അടക്കമുള്ള മുൻ മന്ത്രിമാർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ മന്ത്രിസഭയിൽ ഉള്ളവർ പോലും അങ്ങോട്ടേക്ക് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് കരൂർ മെഡിക്കൽ കോളേജിലും എത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലാണുള്ളത്. കൂടുതൽ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ആശുപത്രികളിൽ പോലും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ നൽകി കഴിഞ്ഞു. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് നടക്കേണ്ടിയിരുന്ന റാലിയാണ്. ആൾക്കൂട്ടത്തിന്റെ വലിയ ആൾക്കൂട്ടം എത്തിയതിനെ തുടർന്നാണ് എന്തായാലും ഈ റാലി ഒരുപാട് സമയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.